ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആത്മമിത്രം ബ്രദർ ആൻഡ് ഡോക്ടർ മീഡിയയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ഞങ്ങളുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും കർത്താവും രക്ഷിതാവുമായ ക്രിസ്തുയേശുവിൻ്റെ വലിയൊരു നാമത്തിൽ ഞങ്ങളുടെ പ്രഭാത വന്ദനം അറിയിക്കുകയാണ്. ഇന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ദൈവജനം കർത്താവിനെ ഓർക്കുകയും ഓർത്ത് ആരാധിക്കുകയും ചെയ്യുന്നതായ ഈ വിശുദ്ധ ദിവസത്തിൻ്റെ പ്രഭാതത്തിൽ തിരുവെഴുത്തിൽ നിന്ന് ഒരു വേദഭാഗം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് വായിച്ചു കേൾപ്പിച്ച് ചില ചിന്തകൾ നാം ഒന്നിച്ച് പങ്കിടുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതിനാധാരമായി ലൂക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 11 മുതൽ ഉള്ള വാക്യങ്ങളാണ്. 11 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ. പിറ്റേന്നാൾ അവൻ നയിൻ എന്ന പട്ടണത്തിലേക്ക് പോകുമ്പോൾ അവൻ്റെ ശിഷ്യന്മാരും വളരെ പുരുഷാരവും കൂടെ പോയി. അവന് പട്ടണത്തിൻ്റെ വാതിലിനോട് അടുത്തപ്പോൾ മരിച്ചുപോയ ഒരുത്തനെ പുറത്ത് കൊണ്ടുവരുന്നു. അവന് അമ്മയ്ക്ക് ഏകജാതനായ മകൻ, അവളോ വിധവയായിരുന്നു. പട്ടണത്തിലെ ഒരു വലിയ പുരുഷാരവും അവനോടുകൂടെ ഉണ്ടായിരുന്നു. അവളെ കണ്ടിട്ട് കർത്താവ് മനസ്സലിഞ്ഞു അവളോട് കരയേണ്ട എന്ന് പറഞ്ഞു. അവൻ അടുത്ത് ചെന്ന് മഞ്ചം തൊട്ടു ചുമന്നവർ നിന്നു. ബാല്യക്കാരാ, എഴുന്നേൽക്കുക എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് അവൻ പറഞ്ഞു. മരിച്ചവൻ എഴുന്നേറ്റിരുന്ന് സംസാരിക്കുവാൻ തുടങ്ങി. അവനെ അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു. എല്ലാവർക്കും ഭയം പിടിച്ചു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ വായിച്ച വേദഭാഗത്തു നിന്ന് ചില കാര്യങ്ങൾ നാം ധ്യാനിക്കുന്നതിന് വേണ്ടി പോവുകയാണ്. ദൈവവചനത്തിൽ നാം കഴിഞ്ഞ ദിവസം ചിന്തിച്ചതുപോലെ, കഴിഞ്ഞ വിശുദ്ധ ദിവസം ചിന്തിച്ച പോലെ, അവൻ ഇവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റു എന്നുള്ള ആ വലിയ സത്യമാണ് നാം കഴിഞ്ഞ ദിവസം കേട്ടത്. അവൻ ഇവിടെ ഇല്ല എന്നുള്ളതായിരുന്നു. ഇന്നത്തെ വചനധ്യാനത്തിൻ്റെ ശീർഷകം അവൻ ഇവിടെ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ഈ വേദഭാഗത്തിലൂടെ നാം ചില ചിന്തകൾ ഒന്നിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനോട് നമുക്ക് കൂടുതൽ ബന്ധവും, വ്യക്തിപരമായ ബന്ധവും, അതുപോലെ ആത്മാർത്ഥമായ സ്നേഹവും അവൻ്റെ മഹത്വം മനസ്സിലാക്കി നാം നമ്മെ തന്നെ സമർപ്പിക്കേണ്ടത് വളരെ ആവശ്യമാണ് എന്നുള്ളത് ഞാൻ പ്രഥമമായി എൻ്റെ ശ്രോതാക്കളോട് ഞാൻ ആവശ്യപ്പെടുകയാണ്. ഈ 7-ാം അധ്യായത്തിൻ്റെ 11 മുതൽ 15 വരെയുള്ള ഭാഗത്ത് 9 കാര്യങ്ങൾ അക്കമിട്ട് നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കും. ഒന്ന്, യേശുവും ശിഷ്യന്മാരും നയിൻ എന്ന പട്ടണത്തിൽ പോയി. 2, യേശു പട്ടണവാതിലിനോട് അടുത്തു. 3, അവിടെ ഒരു വിധവ പ്രത്യക്ഷപ്പെടുന്നു. 4, വിധവയുടെ ഏക ആശ്രയമായിരുന്ന മകൻ മരണപ്പെട്ടു. 5, മൃതശരീരം വഹിച്ചുകൊണ്ടു പോകുന്ന ശവമഞ്ചം. 6, മനസ്സലിയുന്ന യേശു. 7, ശവമഞ്ചം ഇറക്കി വെക്കാൻ ആവശ്യപ്പെടുന്ന യേശു. 8, മരിച്ച ബാലനെ ഉയിർപ്പിക്കുന്ന യേശു. 9, ജീവൻ പ്രാപിച്ചവനെ വിധവയ്ക്ക് കൈമാറുന്ന യേശു. ഇങ്ങനെ ഈ 9 കാര്യങ്ങൾ നമുക്ക് ധ്യാനിച്ച് ചിന്തിക്കുവാൻ സാധിക്കും. ഈ 9 കാര്യങ്ങൾ ഒന്നിച്ച് നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കുകയില്ല എന്നുള്ള കാര്യവും ഈ തരുണത്തിൽ ഓർപ്പിക്കുകയാണ്. ഒന്നാമതായി, യേശുവും ശിഷ്യന്മാരും പട്ടണത്തിലേക്ക് പോയി എന്നാണ് 7-11 നമ്മൾ വായിക്കുന്നത്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഐഹിക ജീവിതകാലത്ത് ദൈവരാജ്യത്തിൻ്റെ സന്ദേശവാഹകനായി സുവിശേഷങ്ങളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ലൂക്കോസ് 8:1 ഇങ്ങനെ വായിക്കുന്നു: അനന്തരം അവൻ ദൈവരാജ്യം പ്രസംഗിച്ചും സുവിശേഷിച്ചും കൊണ്ട് പട്ടണം തോറും സഞ്ചരിച്ചു എന്നാണ്. ലൂക്കോസ് 13:22 അവർ പട്ടണം തോറും ഗ്രാമം തോറും സഞ്ചരിച്ചു യെരുശലേമിലേക്ക് യാത്ര ചെയ്തു. ഈ ആദർശയോഗ്യമായ 2 കാര്യം സുവിശേഷകരായിരിക്കുന്ന ദൈവദാസന്മാർക്ക്
അനുകരിക്കുവാൻ അഭികാമ്യമായ ഒരു മാർഗദർശനം നൽകുന്നതാണ്. ഇങ്ങനെ യാത്ര ചെയ്ത് സുവിശേഷ ഘോഷണം നടത്തുന്ന യേശു നയിൻ എന്ന പട്ടണത്തിലും എത്തുവാനായിട്ട് അല്ലെങ്കിൽ വരുവാനായിട്ടിടയായി. കർത്താവിൻ്റെ സാന്നിധ്യത്തിൻ്റെ ഒരു രൂപരേഖ മത്തായിയുടെ സുവിശേഷത്തിൻ്റെ ആദ്യ ഭാഗത്തും മധ്യഭാഗത്തും അവസാന ഭാഗത്തും നമുക്ക് കാണാണ്ട് കഴിയും. മത്തായി 1:22 കന്യാഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കുമെന്നാണ് നമ്മൾ കാണുന്നത്. ഇമ്മാനുവേൽ മീൻസ് ഗോഡ് വിത്ത് അസ്, ദൈവം നമ്മോടുകൂടെ എന്നുള്ളതാണ്. തുടർന്ന് മത്തായി 18-ാം അധ്യായത്തിൽ 20-ാമത്തെ വാക്യത്തിൽ 2-3 പേര് എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും ഞാൻ അവരുടെ നടുവിൽ ഉണ്ട് എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. For where 2 or 3 are gathered together in my name, there am I in the midst of them. ഇവിടെ നാം വായിച്ചു കേട്ട നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പറയുകയാണ്, ഞാൻ അവരുടെ നടുവിൽ ഉണ്ടെന്നാണ്. മത്തായി 28-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യം, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് അരുളി ചെയ്തു. I am with you always even unto the end of the world. അവിടെ നാം വായിക്കുന്നത് ലോകാവസാനത്തോളം നമ്മോട് കൂടെ. സോ പുതിയ നിയമം ആരംഭിക്കുന്ന മത്തായിയുടെ സുവിശേഷത്തിൻ്റെ 28 അധ്യായങ്ങളിലും നമ്മുടെ കർത്താവിൻ്റെ നിറസാന്നിധ്യം അത് നിലനിൽക്കുന്നതായിട്ട് അല്ലെങ്കിൽ തുളുമ്പി നിൽക്കുന്നതായിട്ട് കാണാൻ കഴിയും. ഏതൊരു ക്രിസ്തു വിശ്വാസിക്കും അവരുടെ വിശ്വാസ ജീവിതത്തിന് കൂടുതൽ ധൈര്യവും ആത്മപ്രചോദനവും തരുന്നതായ സനാതന സത്യം ഈ പ്രഥമ പുസ്തകമായ മത്തായിയുടെ സുവിശേഷത്തിലും നമുക്ക് കാണാൻ കഴിയും. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളെല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ എന്ന ആശീർവാദ വചനത്തോടു കൂടെയാണ് വെളിപ്പാട് പുസ്തകം അവസാനിക്കുന്നതും. I am Alpha and Omega, the beginning and the end of the first and last. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ നമുക്ക് 22-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാണ്ട് കഴിയും. സോ അതുകൊണ്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപ നമ്മളെല്ലാവരോടും കൂടി ഇരിക്കട്ടെ എന്ന് പറഞ്ഞാണ് ഇത് അവസാനിപ്പിക്കുന്നത്. The grace of our Lord Jesus Christ, the with you all. നമ്മളെല്ലാവരോടും കൂടെ അവൻ്റെ കൃപയുമുണ്ട്. അവൻ നമ്മോട് കൂടെയുണ്ട്, അവൻ്റെ സാന്നിധ്യം നമ്മോട് കൂടെയുണ്ട്, അവൻ എല്ലായ്പ്പോഴും നമ്മോട് കൂടെയുണ്ട്, അവൻ്റെ കൃപ നമ്മോട് കൂടെയുണ്ട്. നോക്കുക, തിരുവെഴുത്ത് പുതിയ നിയമം ആരംഭിക്കുന്നത് മുതൽ അവസാനിക്കുന്നത് വരെയും അതെ കർത്താവിൻ്റെ സാന്നിധ്യം നമുക്ക് മനസ്സിലാക്കേണ്ട സാധിക്കും. യേശു ശിഷ്യന്മാരും പട്ടണത്തിലേക്ക് എത്തിയപ്പോൾ പട്ടണവാസികളുടെ വിവിധ മനോഭാവങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഒന്ന്, പുരുഷാരത്തിൽ ഒരു വിഭാഗം യേശുവിനെ സന്തോഷത്തോടെ കൈക്കൊണ്ടു എന്നാണ് ലൂക്കോസ് 8:40 നമ്മൾ വായിക്കുന്നത്. യേശു വന്നപ്പോൾ പുരുഷാരത്തിൽ അവനെ സന്തോഷത്തോടെ കൈക്കൊണ്ടു. അവരെല്ലാവരും അവന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. വളരെ പ്രശസ്തമായ സക്കായിയുടെ മാനസാന്തരത്തിൽ അവൻ യേശുവിനെ സന്തോഷത്തോടെ കൈക്കൊണ്ട് എന്ന് നാം വായിക്കുന്നുണ്ട്. ലൂക്കോസ് 19:6 വാക്യം. അവൻ ബന്ധപ്പെട്ട് ഇറങ്ങി സന്തോഷത്തോടെ കൈക്കൊണ്ടു. നോക്കുക, യേശുവിനെ കാണുവാൻ പ്രതിബദ്ധത ഉള്ള ഈ സക്കായിയെ നമുക്ക് കാണാൻ കഴിയും. ഒന്ന്, അവനൊരു ആഗ്രഹം, ഒരു ജിജ്ഞാസ യേശുവിനെ കാണാനുണ്ടായിരുന്നു. പക്ഷേ അവന് 2 തടസ്സങ്ങളുണ്ട്. ഒന്ന്, അവൻ്റെ മുമ്പിൽ നിൽക്കുന്ന പുരുഷാരമാണ്. 2, അവൻ്റെ ഉയർച്ചക്കുറവാണ്. അതവൻ്റെ സ്വന്തം പ്രശ്നമാണ്. ചിലപ്പോൾ മറ്റുള്ളവരാകാം അത് നമുക്ക് യേശുവിനെ കാണാൻ കഴിയാത്തത്. വിശ്വാസിയാകട്ടെ അവിശ്വാസിയാകട്ടെ അവരുടെ സ്വഭാവങ്ങളാകാം നമുക്ക് യേശുവിനെ കാണാനായിട്ട് കഴിയാതെ വരുന്നത്. 2, സ്വന്തമായ കുറവ് കൊണ്ടും യേശുവിനെ കാണാനായിട്ട് അത് പ്രയാസമാണ്. എന്നാൽ നിന്നെ കാണുന്ന യേശുവിൻ്റെ മുമ്പിൽ നീ ആരായിരുന്നാലും, സക്കായിയെ പോലെ ഉള്ള ഒരു ടാക്സ് കളക്ടർ ആയാലും ഇൻകം ടാക്സ് കളക്ടർ ആയിരുന്നാലും
അതുപോലെ സൂപ്രണ്ടായിരുന്നാലും മേയറായിരുന്നാലും ഏത് തസ്തികയിൽപ്പെട്ടവനായിരുന്നാലും അത് നീ ഇറങ്ങി വന്നാൽ നിന്നെ രക്ഷിക്കുന്ന യേശു സക്കായിയുടെ മരത്തിൽ കയറി രക്ഷിക്കുന്നവനല്ല യേശു എന്ന് മനസ്സിലാക്കണം. പിന്നെയോ നീ വേഗം ഇറങ്ങി വാ. അവന് മുൻപരിചയമില്ലെങ്കിലും, കാരണം അവന് ഇന്ന് വരെ മരത്തിൽ കയറിയിട്ടില്ലാത്തവനാണ്. അങ്ങനെ മരത്തിൽ കയറാത്തവൻ തനിക്ക് യേശുവിനെ കാണുവാനും യേശുവിൻ്റെ രക്ഷ അനുഭവിക്കുവാനും ഇടയായത് ഇറങ്ങി വന്നതുകൊണ്ടാണ്. ചിലപ്പോൾ മതം ഒരു തടസ്സമായിരിക്കും, സമുദായം ഒരു തടസ്സമായിരിക്കും, സ്നേഹവലയങ്ങൾ, ബന്ധങ്ങൾ, ധനം, പ്രശസ്തി ഇവ തടസ്സമാകാം. പക്ഷേ യേശു ആവശ്യപ്പെടുന്നത് നീ ഇറങ്ങി വന്നാൽ ഞാൻ കയറാം. എവിടെ? നിൻ്റെ ഹൃദയത്തിൽ, നിൻ്റെ വീട്ടിൽ. അവൻ എന്ത് ചെയ്യും? വരും. അതിന് നീ എന്ത് ചെയ്യണം? നീ അവനെ ഇറങ്ങി വരണം. അവൻ ഇറങ്ങി സന്തോഷത്തോടെ യേശുവിനെ കൈക്കൊണ്ടു. യേശു പറഞ്ഞു, ഈ വീടിന് രക്ഷ വന്നു. കാരണം നിൻ്റെ ഹൃദയത്തിൽ യേശു വന്നാൽ നിനക്കും രക്ഷയാണ്, നിൻ്റെ വീട്ടിലും രക്ഷയാണ്. നിന്നിൽ യേശു വരും, നിൻ്റെ വീട്ടിലും യേശു വരും. യേശു ഈ വീടിൻ്റെ നായകനെന്ന് സ്റ്റിക്കർ ഒട്ടിച്ചാൽ കാര്യമില്ല. സാക്ഷാൽ രക്ഷിതാവിനെ ഹൃദയത്തിൽ ഉൾക്കൊണ്ട് ജീവിതം ധന്യമാക്കൂ. യോഹന്നാൻ 11:28 ബഥാനിയയിലെ ഭവനത്തിൽ യേശു വന്നിട്ടുണ്ട്. മാർത്ത തൻ്റെ സഹോദരിയോട് പറഞ്ഞു, ഗുരു വന്നിട്ടുണ്ട്, നിന്നെ വിളിക്കുന്നു. അപ്പോൾ നിന്നെ പേഴ്സണലായിട്ട് യേശു വിളിക്കുന്നെങ്കിൽ നീ അല്പം നിൽക്കണം. കർത്താവിന് നിന്നോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. കർത്താവിന് നിന്നെ ആവശ്യമുണ്ട്. അപ്പൻ്റെ കഴുതയെ തേടി അലഞ്ഞ് വലഞ്ഞ ശൗലിനോട് ശമൂവേൽ പ്രവാചകൻ പറയുന്നത്, ഞാൻ നിന്നോട് ദൈവത്തിൻ്റെ അരുളപ്പാട് അറിയിക്കേണ്ടതിന് നീ അല്പം നിൽക്കുക എന്ന് പറഞ്ഞു. 1 ശമൂവേൽ 9:27 യേശു ശിമോനോട്, എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു. ഒന്ന് പറയാനുണ്ട്. ലൂക്കോസ് 7:40 One thing I say unto you. ഒരു കാര്യം നിന്നോട് സ്പെഷ്യലി പറയാനുണ്ട്. ആകിയാൽ പ്രിയരെ, ഗുരു വന്നിട്ടുണ്ട്, നിന്നെ വിളിക്കുന്നു. നീ അവനെ കൈക്കൊണ്ടിട്ടുണ്ടോ? ഈ ചോദ്യത്തിന് എൻ്റെ ശ്രോതാക്കൾ അതിന് ഉത്തരം കണ്ടുപിടിച്ചേ മതിയാകുകയുള്ളൂ. കാരണം നിങ്ങളെ കൈക്കൊള്ളുന്നവൻ എന്നെ കൈക്കൊള്ളുന്നു, എന്നെ കൈക്കൊള്ളുന്നവൻ എന്നെ അയച്ചവനെ കൈക്കൊള്ളുന്നു എന്നാണ് മത്തായിയുടെ സുവിശേഷം 10:40 വായിക്കുന്നത്. അതുകൊണ്ട് യേശുവിനെ കൈക്കൊണ്ടാൽ നമുക്ക് ദൈവത്തെ കൈക്കൊള്ളാൻ സാധിക്കും. യേശു ഉണ്ടെങ്കിൽ ദൈവമുണ്ട്, യേശുവിനെ കൈക്കൊള്ളുന്നെങ്കിൽ ദൈവമില്ല. പ്രിയപ്പെട്ടവരെ, എൻ്റെ സ്വർഗസ്ഥനായ പിതാവേ എന്ന് പ്രാർത്ഥിക്കണമെങ്കിൽ യേശു ക്രിസ്തുവിലൂടെ മാത്രമേ കഴിയുള്ളൂ. പ്രിയപ്പെട്ടവരെ, ആ കാര്യം നാം മനസ്സിലാക്കണം. സ്വർഗസ്ഥനായ പിതാവേ എന്ന് വിളിക്കണമെങ്കിൽ യേശു ക്രിസ്തുവിലൂടെ അല്ലാതെ നമുക്കത് വിളിക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ഒന്നാമതായിട്ട് യേശുവിനെ കണ്ടുമുട്ടുക. കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. അതുകൊണ്ട് യേശുവിനെ ഒന്നാമതായിട്ട് അറിയുക, യേശുവിനെ കണ്ടുമുട്ടുക. യോഹന്നാന്റെ സുവിശേഷം 1:12 നമ്മളിങ്ങനെ വായിക്കുന്നു, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളായി തീരാനായിട്ട് ദൈവം അധികാരം നൽകിയിരിക്കുകയാണ്. ഈ അധികാരം നിങ്ങൾ ഉപയോഗിക്കുമോ? ഈ നിലയിൽ ദൈവത്തിനെ നിങ്ങൾ അംഗീകരിച്ചിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ തന്നെ വിലയിരുത്തേണ്ടതായിട്ടുണ്ട്. 2, യേശു പട്ടണത്തിൽ വന്നപ്പോൾ ചിലരെന്ത് ചെയ്തു? ചിലർ നിഷേധിച്ചു. മർക്കോസ് 5:17 ഗദരയിലെ ഭൂതഗ്രസ്തന് എന്ത് ചെയ്തു? ആ സൗഖ്യം ലഭിച്ചപ്പോൾ 2000 പന്നികളെ നശിപ്പിച്ച് ഭൂതഗ്രസ്തന് എന്ത് ചെയ്തു? സൗഖ്യം നൽകി. അപ്പോൾ ആ പന്നി സംഹാരത്തിൽ ക്ഷുഭിതനായ പന്നിയുടെ ഉടമസ്ഥൻ ആയിരിക്കാം, നീ ഞങ്ങളുടെ അതിര് വിട്ട് പോകണം എന്നപേക്ഷിച്ചു. കാരണം അവൻ്റെ ധനാഗമ മാർഗം നശിച്ചപ്പോൾ ആണ് അവൻ ക്ഷുഭിതനായ മനുഷ്യനായി തീർന്നത്. ഒരുപക്ഷെ അവൻ അതിൻ്റെ ഓണറാകാം. എത്ര പന്നിയുണ്ട്? 2000 പന്നികളാണുള്ളത്. അതുകൊണ്ട് ആ 2000 പന്നികളെ നശിപ്പിച്ചിട്ടാണ് ഈ ഭൂതഗ്രസ്തനെ എന്ത് ചെയ്തത്? തിരുവെഴുത്തിൻ്റെ അടിസ്ഥാനത്തിൽ
അവനെ ദൈവത്തിൻ്റെ ഭാഗത്തേക്ക് കൊണ്ടുവന്നത്, അവൻ്റെ സുബോധത്തിലേക്ക് കൊണ്ടുവന്നത്. പ്രിയപ്പെട്ടവരെ, പലരുടെയും പോക്കറ്റിൽ കൈയിടുമ്പോഴാണല്ലോ തനി നിറം അറിയുന്നത്. വേദപുസ്തകത്തിൽ ഒരു കറുത്ത വാക്യമുണ്ടെങ്കിൽ അത് മർക്കോസ് 5:17 വാക്യമാണ്. നീ ഞങ്ങളുടെ അതിര് വിട്ടു പോകണം. എന്നെ ശ്രദ്ധിക്കുന്നവരെ, നിങ്ങൾക്ക് ഈ യേശുവിനോടുള്ള മനോഭാവം എന്താണ്? നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ യേശു വരണമെന്ന് ആഗ്രഹമുണ്ടോ? അതോ ഞങ്ങളുടെ ബൗണ്ടറി വിട്ടു പോകണമെന്ന് ചിന്തിക്കുന്നവരാണോ? ഇവിടെ ക്രൂശിലേക്ക് നോക്കുക. 2 കള്ളന്മാരിൽ ഒരുവൻ യേശുവിനെ സ്വീകരിച്ചു, ഇതരൻ നിഷേധിച്ചു. യേശു ഇന്ന് ചില കുടുംബങ്ങളെ, ചില വ്യക്തികളെ തേടി വന്നിട്ടുണ്ട്. നിങ്ങൾ കൈക്കൊള്ളുന്നവരുടെ കൂട്ടത്തിലോ യേശുവിനെ സന്തോഷത്തോടെ കൈക്കൊള്ളുന്നവരുടെ കൂട്ടത്തിലോ? ആ കാര്യം നിങ്ങളൊന്ന് ചിന്തിക്കണം. നിങ്ങൾ കൈക്കൊള്ളാത്തവരുടെ കൂട്ടമാണോ കൈക്കൊള്ളുന്നവരുടെ കൂട്ടമാണോ? കൈക്കൊള്ളുന്നവരാണെങ്കിൽ നിങ്ങൾ എങ്ങനെ കൈക്കൊള്ളണം? സന്തോഷത്തോടെ യേശുവിനെ കൈക്കൊള്ളണം. യേശു സക്കായിയെയും കുടുംബത്തെയും തേടിപ്പോയി. യേശു ശമരിക്കാരെ തേടിപ്പോയ കാര്യം യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ നമുക്ക് കാണാണ്ട് കഴിയും. യേശു പിന്മാറ്റക്കാരെ തേടിപ്പോയ കാര്യം യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായത്തിൽ നമുക്ക് കാണാണ്ട് കഴിയും. അപ്പോൾ സക്കായിയെ തേടിപ്പോയി ലൂക്കോസ് 19-ാം അധ്യായം, അതുപോലെ തന്നെ ശമരിക്കാരെ തേടിപ്പോയി യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം. യേശു പിന്മാറ്റക്കാരെ തേടിപ്പോയി യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായം. അത് നോക്കുക. എന്നെ കേൾക്കുന്നവരിൽ അന്യായ ലാഭം ഉണ്ടാക്കി ജീവിക്കുന്ന സക്കായിയെ പോലെ വല്ലവരും ഉണ്ടോ? ശമരക്കാരത്തെ പോലെ സദാചാരം നഷ്ടപ്പെടുത്തി ജീവിക്കുന്ന വല്ലവരും ഉണ്ടോ? പത്രോസും ശേഷം 6 പേരും മൊത്തമായിട്ട് ചിന്തിച്ചാൽ ഏതാണ്ട് 7 പേര് എന്ത് ചെയ്തു? പിന്മാറ്റക്കാരായി മാറി. ആ പിന്മാറ്റക്കാരായ ശിഷ്യന്മാരെ പോലെ വല്ലവരും ഉണ്ടോ? എങ്കിൽ നിങ്ങളെ തേടി, നിങ്ങളെ അന്വേഷിച്ച് യേശു ഇവിടെ വന്നിട്ടുണ്ട്, നിങ്ങളുടെ സമീപത്തുണ്ട്. ഈ മെസ്സേജ് കേൾക്കുമ്പോൾ നിങ്ങളുടെ അരികിലേക്ക് വരിക. ഇതാ, നൈൻ എന്ന പട്ടണത്തിൽ യേശു വന്നു. അവൾ സന്തോഷത്തോടെ എന്ത് ചെയ്തു? യേശുവിനെ കൈക്കൊണ്ടു. യേശു ഗദര പട്ടണത്തിൽ വന്നു. പന്നിയെ വളർത്തി കൊള്ളലാഭം ഉണ്ടാക്കി ജീവിക്കുന്ന ഗദരദേശത്തിലെ ഒരു പ്രതിനിധി പറയുന്നു, നീ ഞങ്ങളുടെ അതിര് വിട്ടു പോകണം. എൻ്റെ പ്രിയരെ, നിങ്ങൾ എന്ത് ചെയ്തു? അവനെ കൈക്കൊള്ളുന്നവരാണോ എന്നുള്ള കാര്യം ഒന്ന് മനസ്സിരുത്തി ചിന്തിക്കണം. ഞാൻ മുമ്പ് ഓർപ്പിച്ച പോലെ, നിങ്ങളെ കൈക്കൊള്ളുന്നവൻ എൻ്റെ പിതാവിനെ കൈക്കൊള്ളും. എന്നെ അയച്ചവൻ പിതാവാണ്, ഞാനും പിതാവ് ഒന്നാണ് എന്ന് യോഹന്നാൻ 10-ാം അധ്യായത്തിന് 30-ാം വാക്യത്തിൽ കാണും. പുത്രനുള്ളവന് പിതാവുണ്ട്. നിങ്ങൾ യേശുവിനെ കൈക്കൊണ്ടുണ്ടോ? ഇല്ലെങ്കിൽ യോഹന്നാന്റെ സുവിശേഷം 1:12 ഞാൻ മുമ്പേ ഓർപ്പിച്ചു അല്ലേ? അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ ദൈവം അധികാരം നൽകിയിരിക്കുകയാണ്. 3-ാമതായി, നയനിൽ ഒരു വിധവ ഉണ്ടായിരുന്നു എന്നാണ്. ഭർത്താവ് മരിച്ചവളാണല്ലോ വിധവ. ചില വർഷങ്ങൾക്ക് മുമ്പാകാം എന്ത് ചെയ്ത് ഈ ഭർത്താവ് മരിച്ചത്. എന്നാൽ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് മരണം അവളുടെ ഭർത്താവിനെ കടന്നു പിടിച്ചു, പാതാളത്തിലേക്ക് കൊണ്ടുപോയി. ലൂക്കോസ് 16:23. മരണം പട്ടണത്തിൽ കടന്നു, പിന്നീട് നയനിലെ വീട്ടിലേക്കും വന്നു. മരണം എവിടെയും വരാം, ആരെയും കടന്നു പിടിക്കാം. വലിയവനെന്നോ ചെറിയവനെന്നോ ദരിദ്രനെന്നോ ധനികനെന്നോ കൊട്ടാരവാസിയെന്നോ കുടിൽവാസിയെന്നോ വ്യത്യാസമില്ല. കവി ഇങ്ങനെ ആണ് പറയുന്നത് മരണത്തെക്കുറിച്ച്: കൊട്ടാരമായാലും വിട്ടേ മതിയാകുകയുള്ളൂ, കോട്ടയ്ക്കുള്ളിലും മൃത്യു കടന്നു ചെല്ലും. 10,000 നില പൊക്കിപ്പണിതാലും അതിനുള്ളിലും മൃത്യു കടന്നു ചെല്ലും. പെട്ടെന്ന് അവളുടെ ഭർത്താവിനെയും മരണം കടന്ന് പിടിച്ചു. അത് അവൾക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. നാം ഇങ്ങനെ കേട്ടിട്ടുണ്ടല്ലോ, പെട്ടെന്ന് മരണം നിന്നെ വെട്ടുവാൻ വന്നിടുമ്പോൾ എന്തരിഷ്ടനായി നീ സ്വന്തം രക്ഷ നേടിടാഞ്ഞാൽ. പെട്ടെന്ന് മരണം നിന്നെ വെട്ടുവാൻ വരും. ആ സമയത്ത് എന്തരിഷ്ടനായി നീ സ്വന്തം രക്ഷ നേടിടാഞ്ഞാൽ. യേശു ക്രിസ്തുവുമായിട്ട് ബന്ധപ്പെട്ട് നിന്റെ രക്ഷ നീ കരസ്ഥമാക്കിയില്ലെങ്കിൽ നീ അരിഷ്ടനാണ്. പൗലോസ് അതാണ് പറയുന്നത് റോമാലേഖനത്തിൽ
അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തെ എന്നെ ആര് വിടുവിക്കും? യേശു ക്രിസ്തുവിൻ അല്ലാതെ വേറെ ആർക്കും ഈ മരണത്തിൽ നിന്ന് വിടുവിക്കാൻ കഴിയില്ല. നിന്റെ അരിഷ്ടതയിൽ നിന്നെ വിടുവിക്കാൻ കഴിയില്ല. എൻ്റെ സ്നേഹിതരെ, നിങ്ങൾ യേശു ക്രിസ്തുവുമായിട്ട് ബന്ധപ്പെടുക. യേശു ക്രിസ്തുവിനെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ രക്ഷകനായി സ്വീകരിച്ചാൽ നിങ്ങൾക്കും ഈ മരണത്തിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് കഴിയും. ഒരുപക്ഷെ നിങ്ങൾ ചിലരൊക്കെ ഈ പാട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കാം. അതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ്, അത് ഞാൻ പറഞ്ഞ് നിങ്ങളെ കേൾപ്പിക്കാം. മരണമണി മുഴങ്ങിടും നേരമിതാ, നിന്നച്ചിടുക മനുജ. മരണമണി മുഴങ്ങിടും നേരമിതാ, നിന്നച്ചിടുക മനുജ. മോചനമതിന പാപികളെ വരുവിൻ, യാചിപ്പിൻ, മുട്ടും നോർക്ക് തുറന്നിടുമേ താതൻ തൻ വാതിൽ. ഇതിൻ്റെ അർത്ഥം, മരണമണി എപ്പോഴാണ് നിന്റെ കാതിലെത്തുന്നത് നിനക്കറിഞ്ഞൂടാ. സ്നേഹിത, അതിനു മുൻപ് എന്തു ചെയ്യണം? നിന്റെ സ്വർഗം നീ സുരക്ഷിതമാക്കണം. കടപൂട്ടും മുമ്പ് വിളക്കിനെണ്ണ ചടുതയ വാങ്ങിച്ച് കൊണ്ടിടാകിൽ ഇരുളിൽ നീ ഇരുണ്ടു പോകും എന്ന് അതേ കുമാരനാശൻ എഴുതിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ ദുസ്ഥിതി വരാതിരിക്കുവാൻ നാം ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. ഇവിടുത്തെ ഭർത്താവ് മരണപ്പെട്ട വിധവ, അവളുടെ മനസ്സിൽ അനേകം മനക്കോട്ടകൾ ഉണ്ടാകാം. പക്ഷേ മരണം അവളുടെ ഭർത്താവിനെ പിടിച്ച് തൻ്റെ ഭർത്താവിനെ മരണാനന്തരം ഈ വിധവയ്ക്കും അത് ആ നിലയിൽ വിധവയാക്കി മാറ്റിയിരിക്കുകയാണ്. വിധവയെ സംബന്ധിച്ച് അവൾക്ക് ഡിപ്രഷൻ ഉണ്ടായി, അവൾക്ക് പോവർട്ടി, ദാരിദ്ര്യം ഉണ്ടായി, അവൾക്ക് സമ്പത്ത്, ധനം ഇല്ലാതായി, അവളുടെ ലിബർട്ടി, സ്വാതന്ത്ര്യം നഷ്ടമായി. ഇതാണ് വിധവയുടെ അനുഭവം. പക്ഷേ അവൾക്ക് ആശ്വസിക്കാനായിട്ടുണ്ട്. എന്താ അറിയാമോ? എനിക്ക് ഏകജാതനുണ്ടല്ലോ, അവൻ കാര്യങ്ങൾ നോക്കും. പക്ഷെ അവനെയും മരണം കടന്നു പിടിച്ചു. പ്രിയ ശ്രോതാക്കളെ, മരണത്തിനപ്പുറത്തെ നിത്യതയെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇന്ന് തന്നെ ഒരു തീരുമാനം എടുക്കുക. ദൈവം അതിന് നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ഓർപ്പിച്ച് ഈ ഭാഗം ഇവിടെ അവസാനിപ്പിക്കും. ദൈവം അനുവദിച്ച തുടർന്നുള്ള ദിവസങ്ങളിൽ ഇതിൻ്റെ തുടർമാനമായിട്ട് നമുക്ക് ചിന്തിക്കാം. കർത്താവ് ഈ വചനങ്ങളാൽ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ. അവൻ്റെ വലിയൊരു നാമം ഇന്നു മുതൽ എന്നേക്കും മഹത്വപ്പെടുത്തുമാറാകട്ടെ.